ഭീതിയോടെ നോക്കുന്നത് ഒരു പ്രദേശത്തെയല്ല, മറിച്ച് പൊട്ടിത്തെറിക്കാൻ കാത്തിരിക്കുന്ന ഒരു ഭീകര യാഥാർത്ഥ്യത്തെയാണ്. മിഡിൽ ഈസ്റ്റ് എന്നൊരു സാധാരണ സംഘർഷ ഭൂമിയല്ല, അതൊരു വെടിമരുന്ന് കോപ്പായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തീപ്പൊരി ഏത് നിമിഷം ലോകത്തെ വിഴുങ്ങുമെന്ന അവസ്ഥ അറിയാതെ കാത്തിരിക്കുകയാണ്. വർഷങ്ങളായി അടിച്ചമർത്തിയിരുന്ന വൈരാഗ്യങ്ങളും ശക്തി പ്രദർശനങ്ങളും ഇപ്പോൾ തുറന്ന ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ ഓരോ മിസൈൽ നീക്കവും, ഓരോ മുന്നറിയിപ്പും ഒരു രാജ്യത്തിന്റെ അതിർത്തികൾ കടന്ന് മനുഷ്യ ചരിത്രത്തിന്റെ അടുത്ത വലിയ അധ്യായം എഴുതാൻ തയ്യാറെടുക്കുന്നുവെന്ന തോന്നൽ ശക്തമാവുകയാണ്. ഈ സ്ഫോടനാത്മകമായ സാഹചര്യത്തിലേക്കാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇറാൻ നൽകിയ കടുത്ത മുന്നറിയിപ്പ് ഒരു ഇടിമുഴക്കം പോലെ വന്നു പതിക്കുന്നത്. ഈ സംഘർഷത്തിലേക്ക് നേരിട്ട് കടന്ന് കയറരുത് എന്ന ഇറാന്റെ കർശനമായ നിലപാട് വെറുമൊരു നയതന്ത്ര പ്രസ്താവനയല്ല, മറിച്ച് നിയന്ത്രണം വിട്ടുപോയാൽ യുദ്ധത്തിന്റെ അതിർവരമ്പുകൾ ഏഷ്യയും കടന്ന് യൂറോപ്പിലേക്കും വ്യാപിക്കുമെന്ന കൃത്യമായ ഭീഷണിയാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്നത്. സാധാരണയായി കാണാറുള്ള രാഷ്ട്രീയ നാടകങ്ങളിൽ നിന്ന് ഭിന്നമായി വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന്റെ പ്രകമ്പനം ഈ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹം ശ്വാസം അടക്കി പിടിച്ചു നോക്കുന്ന ഈ വഴിത്തിരിവ് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒന്നായി മാറിയേക്കാം. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ഒരു പ്രാദേശിക തർക്കത്തിൽ നിന്നു മാറി വൻശക്തികൾ നേർക്കുനേർ വരുന്ന ഒരു ലോകയുദ്ധ സമാനമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ചോദ്യമാണ് ഇന്ന് ആഗോള തലത്തിൽ ഉയരുന്നത്. ഈ മുന്നറിയിപ്പിന്റെ ആഴവും പശ്ചാത്തലവും പരിശോധിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റ് കാത്തിരിക്കുന്നത് പ്രവചനാതീതമായ നാളുകളെയാണ്. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ പ്രകടിപ്പിച്ച നിലപാട് വളരെ വ്യക്തമാണ്. അമേരിക്കയും ഇസ്രായേലും സ്വീകരിക്കുന്ന നിലപാടുകളോട് യൂറോപ്യൻ രാജ്യങ്ങൾ അനുകൂല നിലപാട് കൈക്കൊള്ളുന്നതായി ഇറാൻ കാണുന്നതായി അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇത് ന്യായാധിപത്യവും അന്താരാഷ്ട്ര നിയമങ്ങളും സംരക്ഷിക്കുന്നതിൽ യൂറോപ്പ് പ്രഖ്യാപിക്കുന്ന മൂല്യങ്ങൾക്ക് തന്നെ വിരുദ്ധമാണെന്ന ശക്തമായ വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു. പ്രത്യേകിച്ച് ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമാക്കി നടക്കുന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമലംഘനമാണെന്ന ആരോപണം സംഘർഷത്തെ ന്യായപരവും നൈതികവുമായ ചർച്ചയിലേക്ക് കൊണ്ടുവന്നു. അതേസമയം യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് സൂക്ഷ്മതയോടെയാണ് രൂപപ്പെടുന്നത്. നേരിട്ട് യുദ്ധത്തിൽ ഇടപെടുന്നത് ഒഴിവാക്കുകയും അതേസമയം ഗൾഫ് മേഖലയിലുള്ള സഖ്യ രാജ്യങ്ങൾക്ക് പ്രതിരോധ പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു മധ്യസ്ഥ സമീപനമാണ് പല രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത്. ഈ നിലപാട് യൂറോപ്പിന് തൽക്ഷണ യുദ്ധഭീഷണി ഒഴിവാക്കാൻ സഹായിക്കുന്നുവെങ്കിലും അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ ഇത് മതിയായ പിന്തുണയായി കാണപ്പെടുന്നില്ല. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുറന്നു പറഞ്ഞ വിമർശനം പാശ്ചാത്യ സഖ്യകക്ഷികൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വളരുന്നുവെന്ന സൂചനയാണ്. ഇറാൻ വ്യക്തമാക്കുന്ന മറ്റൊരു പ്രധാന വിഷയമാണ് നയതന്ത്രത്തിന്റെ വിശ്വാസ്യത. അമേരിക്കയുമായി നല്ല വിശ്വാസത്തോടെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എങ്കിലും അതിനിടെ തുടരുന്ന സൈനിക ആക്രമണങ്ങൾ ആ ചർച്ചയുടെ അർത്ഥം ഇല്ലാതാക്കുകയാണ് എന്നാണ് ഇറാന്റെ ആരോപണം. ഇത് വെറും സൈനിക സംഘർഷമല്ല, മറിച്ച് നയതന്ത്ര വിശ്വാസത്തിന്റെ തകർച്ചയാണെന്ന് തന്നെ പറയാം. ആശയവിനിമയം ഇപ്പോൾ ഔദ്യോഗിക ചർച്ചകളായി മാറാതെ സന്ദേശ കൈമാറ്റം മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണെന്ന വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ പരാമർശം ഈ പ്രതിസന്ധിയുടെ ഗൗരവം വ്യക്തമാക്കുന്നു. വെടിനിർത്തൽ പോലുള്ള താൽക്കാലിക പരിഹാരങ്ങൾ ഇറാൻ അംഗീകരിക്കില്ലെന്ന നിലപാട് കൂടി സാഹചര്യത്തിൽ കൂടുതൽ സങ്കീർണമാക്കുന്നു. പകരം യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നും ഭാവിയിൽ ആക്രമണങ്ങൾ ആവർത്തിക്കില്ലെന്ന ഉറപ്പ് നൽകണമെന്നും ഇതിനകം സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് പരിഹാരം നൽകണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. ഈ ആവശ്യങ്ങൾ യാഥാർത്ഥ്യത്തിൽ നടപ്പാക്കാൻ വളരെ പ്രയാസമുള്ളതായാണ് പല വിദഗ്ധരും വിലയിരുത്തുന്നത്. അതിനാൽ തന്നെ സമാധാനപരമായ ഒരു പരിഹാരത്തിലേക്കുള്ള വഴികൾ കൂടുതൽ ചുരുങ്ങുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇറാനുമായി ഒരു ഔദ്യോഗിക കരാർ ആവശ്യമില്ലെന്നും ആണവായുധ ശേഷി നിയന്ത്രിക്കപ്പെടുന്നുവെന്ന് ഉറപ്പായാൽ അമേരിക്ക തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാക്കിയതായി കാണുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. 2-3 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധം അവസാനിക്കുമെന്ന അദ്ദേഹത്തിന്റെ പ്രവചനം യുദ്ധത്തിന്റെ യാഥാർത്ഥ്യത്തെക്കാൾ രാഷ്ട്രീയ സന്ദേശമായി കൂടുതലായി കാണപ്പെടുന്നു. കാരണം നിലത്തുള്ള സാഹചര്യങ്ങൾ അത്ര ലളിതമല്ല എന്നാണ് പല അന്താരാഷ്ട്ര നിരീക്ഷകരുടെയും അഭിപ്രായം. ഈ സംഘർഷത്തിന്റെ ഏറ്റവും വലിയ ആശങ്കയാണ് അത് പ്രാദേശിക യുദ്ധത്തിൽ നിന്ന് ആഗോള സംഘർഷമായി മാറാനുള്ള സാധ്യത. യൂറോപ്യൻ രാജ്യങ്ങൾ നേരിട്ട് ഇടപെട്ടാൽ അത് നാറ്റോ സഖ്യത്തെ ഉൾപ്പെടെ വലിയ സൈനിക ബ്ലോക്കുകളെ യുദ്ധത്തിലേക്ക് വലിച്ചേക്കാൻ ഇടയാകും. അതോടെ മിഡിൽ ഈസ്റ്റിലെ ഒരു യുദ്ധം ആഗോള സാമ്പത്തികവും ഊർജ്ജ വിതരണവും രാഷ്ട്രീയ സ്ഥിരതയും തകർക്കുന്ന വലിയ പ്രതിസന്ധിയായി മാറാൻ സാധ്യതയുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു നൂൽപാലത്തിലൂടെയുള്ള യാത്ര പോലെ അതീവ സങ്കീർണമാണ്. ഒരു വശത്ത് സൈനിക കരുത്ത് തെളിയിക്കാനുള്ള മത്സരങ്ങളും പ്രകോപനപരമായ നീക്കങ്ങളും തുടരുമ്പോൾ മറുവശത്ത് ലോകത്തെ ഒരു മഹായുദ്ധത്തിലേക്ക് തള്ളി വീഴ്ത്താതിരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ദുർബലമായെങ്കിലും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ തുലനാവസ്ഥ എത്രത്തോളം കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഓരോ ദിവസവും സംഘർഷത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ കേവലം ഒരു ചെറിയ പിഴവോ തെറ്റായ കണക്കുകൂട്ടലോ പോലും നിയന്ത്രണാതീതമായ ഒരു ആഗോള യുദ്ധത്തിന് തിരികൊളുത്തിയേക്കാമെന്ന് ഭീതിയിലാണ് അന്താരാഷ്ട്ര സമൂഹം. ഇറാന്റെ പുതിയ മുന്നറിയിപ്പും അമേരിക്കയുടെ നീക്കങ്ങളും സൂചിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ നയതന്ത്രജ്ഞർക്ക് വിശ്രമമില്ലാത്തതാകുമെന്ന് തന്നെയാണ്. മിഡിൽ ഈസ്റ്റിലെ സമാധാനം എന്നത് കേവലം ഒരു പ്രാദേശിക ആവശ്യമല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും സുരക്ഷയ്ക്കും അനിവാര്യമായ ഒന്ന് തന്നെയാണ്. തോക്കുകൾക്ക് പകരം വാക്കുകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യം ഉടലെടുത്തില്ല എങ്കിൽ ചരിത്രം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് പ്രവചനാതീതമായ നാശനഷ്ടങ്ങൾക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ആഗോള ശക്തിയുടെ വിവേകപൂർണമായ ഇടപെടലുകൾ മാത്രമാണ് ഈ സ്ഫോടനാത്മകമായ സാഹചര്യത്തിൽ ലോകത്തിനു മുന്നിലുള്ള ഏക പ്രത്യാശ.